Yes, Haiwa, Ganjan, Adira, Mugashira, good morning. Mugashina, good morning. Adira, Anai, Nisha, Reshma, Sneha, Diya, Nitya Prasad, Abhilesh, Rija, good morning. Good morning, sir. Yes, Gigi, Rija, Manu, Shahanas, good morning. Tonia, good morning. Nisa, Arash, good morning. Okay, good morning to all. Let us start. Yes, Shahana. Very good, very good. Okay, Haima. Good morning, sir. Yes, good morning, Samira. Mukhasiya. Okay, let's start. Okay. അപ്പോൾ നമ്മൾ വിവിധ ടെൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലാണ്. നാളിതുവരെ 5 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. One is simple present, next one is simple past, another one is simple future, next one is present continuous, next one is past continuous. So we discussed nearly 5 tense forms. So we also discussed the positive type, negative type, and interrogative type questions, words. Okay. Now we are going to next tense. Our tense that is called future continuous. Past continuous കഴിഞ്ഞു. ഇനി അതിനകത്ത് അവശേഷിക്കുന്ന ഒരെണ്ണമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. പ്രസന്റ് ആയി, പ്രസന്റ് കണ്ടിന്യൂസ് ആയി, then past continuous ആയി. Now we are going to discuss next tense that is called future continuous. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, ബി, ബിഇ, ബി, പിന്നെ വെർബ്, പിന്നെ എച്ച്. ഐ വിൽ ടെൽ യു വൺസ് മോർ. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, ബി പ്ലസ് വെർബ്, അതിന്റെ കൂടെ ഐ എച്ച്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ലാസ്റ്റ് വരുമ്പോൾ ആകുന്നു എന്ന് ചേർത്താൽ മതി. ആ അർത്ഥമാണ് പോകുകയാകുന്നു, വരികയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. പോവുകയായിരുന്നു, എടുക്കുകയായിരുന്നു, ചാടുകയായിരുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എന്റെ അർത്ഥം മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ വേണ്ടത് ആയിരിക്കും എന്നാണ്. എന്താണ്? ആയിരിക്കും. ആകുമെന്നല്ല. ആകുമെന്നാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറാണ്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ടേക്ക്, ഞാൻ എടുക്കും. കേട്ടോ, അത് സിമ്പിൾ ഫ്യൂച്ചറാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ലാസ്റ്റ് എന്തായിരിക്കും? ആയിരിക്കും എന്നായിരിക്കും. ആയിരിക്കും. ഇപ്പൊ ഇന്നിപ്പോ ഏതായാലും 10:36 അപ്പൊ അനുസരിക്ക് വേണമെങ്കിൽ പറയാം നാളെ ഈ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരിക്കും. ടുമാറോ ഐ വിൽ ബി. ഐ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലിന്റെ, വില്ലിന്റെ ബി ആണ്, ബിഇപി. ടുമാറോ ഐ വിൽ ബി സ്ലീപ്പിംഗ്. നാളെ ഞാൻ ഉറങ്ങുകയായിരിക്കും. നാളെ ക്ലാസ്സിലൊന്നും കയറുന്നില്ല, നാളെ ഞാൻ ഉറങ്ങുകയായിരിക്കും. അപ്പൊ ആയിരിക്കും, നാളെ എന്തായിരിക്കും, ഈ സമയം അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരിക്കും നാളെ, അത് പറയുന്നതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. യെസ്, നാളെ ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. ടുമാറോ ഐ വിൽ ബി വർക്കിംഗ് ഇൻ കിച്ചൺ. നാളെ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുകയായിരിക്കും. ടുമാറോ ഐ വിൽ ബി ഗോയിങ് ടു ചർച്ച് ഓർ ടെമ്പിൾ. നാളെ ഞാൻ പള്ളിയിൽ പോവുകയായിരിക്കും. യെസ്, അങ്ങനെ നാളെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നതിനെയാണ്
ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാലിലെ ഏതെങ്കിലും ഒരെണ്ണം, അത് കഴിഞ്ഞതിന് ശേഷം ബി, ബി, പിന്നെ വെർബ്, പിന്നെ അതിന്റെ കൂടെ ing. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും നോക്കുമ്പോൾ കണ്ടിന്യൂവസ് എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും ing ഉണ്ടായിരുന്നു. ശരിയല്ലേ? പ്രസന്റ് കണ്ടിന്യൂസിൽ ing വന്നു, പാസ്റ്റ് കണ്ടിന്യൂസിൽ ing വന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ing വന്നു. അപ്പൊ അതിനെല്ലാത്തിലും എന്തുണ്ടായിരുന്നു? ing ഉണ്ടായിരുന്നു. യെസ്, അതാണ് കണ്ടിന്യൂസിന്റെ പ്രത്യേകത. യെസ്, ഇനി നമ്മൾ ഇതിന്റെ ഉന്നത വാചകങ്ങൾ നോക്കാം. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി, വെർബ് പ്ലസ് ing. ബീനല്ല, ബി, ബി. വിൽ അല്ലെങ്കിൽ ഷാലിന് പകരം നമുക്ക് ക്യാൻ ആക്കാം, മേ ആക്കാം, മേ ബി, ക്യാൻ ബി, മസ്റ്റ് ബി, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. യെസ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വിൽ അല്ലെങ്കിൽ ഷാല് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ബി ചേർക്കുക, പിന്നെ വെർബ് ചേർക്കുക, പിന്നെ അതിന്റെ കൂടെ എന്ത് ചേർക്കുക? ing ചേർക്കുക. Then that will be future continuous. സിമ്പിൾ അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മള് ഇതുകൂടി ഉൾപ്പെടെ 6 ടെൻസുകളെ കുറിച്ച് മൊത്തം 12 ടെൻസ് ഉള്ളത് 6 നമ്മളിപ്പോ പൂർത്തിയാക്കി. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്, സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ, ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ. സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ സംഭവങ്ങൾ. സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ing, അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing, നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്നതായ കാര്യങ്ങൾ. Now we discuss the sixth one, that is called future continuous. Subject will അല്ലെങ്കിൽ shall, പിന്നെ verb will അല്ലെങ്കിൽ shall plus be plus verb plus ing. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. Then അനുശ്രീ, Yes, sir. നാളെയോ മറ്റന്നാളോ അടുത്ത മാസമോ അടുത്ത ആഴ്ചയോ എപ്പോഴെങ്കിലുമൊക്കെ അനുസരിച്ച് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ? അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഒരു 5 എണ്ണം നമുക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞ ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ വേണം, പിന്നെ ബി വേണം, വെർബ് വേണം, ing വേണം. ഇപ്പൊ അനുശ്രീക്ക് വേണമെങ്കിൽ അനുശ്രീയുടെ ഭർത്താവ് അടുത്ത ദിവസം ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പറയാം, മൈ ഹസ്ബൻഡ് വിൽ ബി ഗോയിങ് അബ്രോഡ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോവുകയായിരിക്കും. നമുക്കറിയാം. അപ്പൊ അവർക്ക് മൈ ഹസ്ബൻഡ് ചേർക്കാം, വേണമെങ്കിൽ മൈ മദർ ചേർക്കാം, മൈ ചിൽഡ്രൻ ചേർക്കാം, മൈ ബ്രദറോ മൈ സിസ്റ്ററോ ചേർക്കാം. യെസ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സബ്ജക്റ്റ് ആരെ വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു 5 കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. അനുസരിച്ച് ഓക്കെ നമ്മൾ പറയാട്ടോ. Okay. യെസ്, അതാണ് വേണ്ടത് അല്ലേ? ഞാൻ അനുസരിച്ച് ഒന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ ആതിര, രാകേഷ് ആൻഡ് മുഹസീന റെഡി ആയിക്കോളൂ. യെസ്, നിഷ റെഡിയാണ്. യെസ്, നിഷ, മുഹസീന റെഡിയാണ്. ഓക്കെ 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 രസകരമായിട്ടുള്ള ഒരു 5 ഐറ്റംസ്. ഇതില് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. യെസ്, വെരി ഗുഡ്. ഓക്കെ നിശ്രീ, യു സ്റ്റാർട്ട്. I shall be writing my dreams across the pages of time. നല്ല ഭാവന സമ്പന്നമായിട്ടാണ് അനുശ്രീ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ് അനുശ്രീ, വെരി ഗുഡ്. നെക്സ്റ്റ്. I shall be learning every day. I shall be learning every day. Love will be shining brighter than the stars in the darkest night. ഒന്നുകൂടി പറഞ്ഞേ. Love
will be shining brighter than Okay. the Okay. Very good. Yes. I shall be believing in miracle even on ordinary days. Yes. I shall be believing miracles. അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിക്കുകയായിരിക്കും. Yes. Okay. I shall be growing stronger with every Yes. new sunrise. Yes. Okay. I shall be following the light that never failed. Yes. I shall be following the light. Okay. The birds will be singing as the morning awakens. Yes. Okay. See. Very good. Yes. Okay. നല്ല കാവ്യാത്മകമായിട്ടാണ് അനുശ്രീ അവതരിപ്പിച്ചത്. Very good. Then നിസ ആൻഡ് രേഷ്മ സി റെഡി ആയിക്കോളൂ. പറഞ്ഞോളൂ ആതിര രാകേഷ്. സൈമ ഞാൻ വിളിച്ചോളാം. യെസ് ആതിര രാകേഷ് പറ്റുമെന്ന് വിചാരിക്കാം. കുറച്ച് കഴിയുമ്പോൾ മുഹസീന പറഞ്ഞോളൂ. Hi, sir. യെസ് പറയൂ. I will be cooking food at this time. ടുമാറോ. യെസ് അല്ലേ? Mm. ഓക്കെ നാളെ അല്ലേ? യെസ് ഓക്കെ. I will be doing a great job. യെസ് Uh, I I will be going to the office at tomorrow. യെസ് 10 ടുമാറോ. p.m. ടുമാറോ വേണ്ട ടുമാറോ. യെസ് ഓക്കെ. He will be studying hard during the exam. യെസ് ഓക്കെ കറക്റ്റ്. ഹി വിൽ ബി സ്റ്റഡിയിങ് ഹാർഡ്. My mom will be cleaning my house യെസ് yesterday. tomorrow. Tomorrow. വരാൻ പോകുന്നത് Okay. പറഞ്ഞാലും മതി. ഓക്കെ. My mom will be cleaning the house tomorrow. Tomorrow. They will be traveling by airplane. Yes. She will be watching a lot of videos. Yes. The teacher will be teaching in the class. Yes. He will be learning a new skills. Yes. He will be learning new skills. നല്ല സ്കിൽ അവൻ പഠിക്കുകയായിരിക്കും. Okay. He will be playing video games on Yes. Sundays. Yes, in Sundays. Okay. Okay. Okay, മുഹസീന. വെരി ഗുഡ്. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചു. വെരി ഗുഡ്. യെസ് നിഷ പറഞ്ഞോളൂ. നിഷ ജയ്. Okay. Sir, good morning. Yes, very good morning. പറഞ്ഞോട്ടെ. Yes, continue. നമ്മുടെ അപർണ്ണനെ കണ്ടില്ലല്ലോ. Yes. We will be celebrating Onam next month. Oh, very good. We will be celebrating Onam next month. Very good. I will be studying at 8 p.m. tonight. Yes. She will be singing on stage tomorrow. Yes, on stage tomorrow. Yes, correct. We will be traveling to Tamil Nadu next week. Okay, very good. We will be traveling to Tamil Nadu next week. They will be playing football this evening. Correct. I will be eating food 9 p.m. tonight. Yes, at 9 p.m. Okay, very good. I will be going to my house tomorrow. Yes, correct. We will be going to beach next week. Okay. The sun will be shining when we reach the beach. Yes, when we reach. Correct. Very good. എന്തോ റീച്ച് ഇടുന്നോ? Reach തന്നെയാണ്. Okay. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. Okay. Okay. My mother will be watching the movie at 7 p.m. Yes.
പിന്നെ നെഗറ്റീവ് വേർഡ് പറയാമോ? ഓക്കെ ഞാൻ വരാം നെഗറ്റീവിലോട്ട് വരാം. ഓക്കെ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വീണ്ടും വരാം. യെസ് ഓക്കെ 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 ഓക്കെ. നിസ ആർ യു ഓക്കെ? നിസ ആരാഷ് നിസ ഒരു വിചാരിക്കാം. രേഷ്മ പറയൂ. രേഷ്മ സി പറഞ്ഞോളൂ. നിഷ വന്നിട്ട് അപ്പൊ രേഷ്മ ഒന്ന് വെയിറ്റ് ചെയ്യും. നിഷ പറഞ്ഞോളൂ. Sir, I will take care of my plans tomorrow. സെന്റൻസ് കറക്റ്റ് ആണ്. കാരണം ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ പ്ലാൻസ്. പക്ഷെ അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് സിമ്പിൾ ഫ്യൂച്ചറായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിസ അതിനകത്ത് ING എവിടെ വന്നേക്കണേ? ING വന്നില്ല. ബി എന്ന് പറയുന്ന വീട് എവിടെ വന്നേക്കണേ? അതും വന്നില്ല. അപ്പൊ ഈ രണ്ട് സംഗതികൾ വരാത്തത് കൊണ്ടാണ് അത് പ്രസന്റ് കണ്ടിന്യൂസിൽ വരില്ല, സിമ്പിൾ ഫ്യൂച്ചറിൽ വരും. പക്ഷെ ലിസ പറഞ്ഞ വാചകം കറക്റ്റ് ആണ്. ഐ വിൽ ടേക്ക് കെയർ ഓഫ്. അത് നമുക്ക് വേണമെങ്കിൽ ആ വില്ല് കഴിഞ്ഞിട്ട് ഒരു ബി ചേർക്കാം. ആ ടേക്ക് എന്നുള്ളതിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കാം. അപ്പൊ എന്ത് വരും? ഐ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ്. ഇപ്പൊ എന്തായി? പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ ഓക്കെ. I am going to visit my uncle home. നിഷ പ്രസന്റ് കണ്ടിന്യൂസ് ബി ചേർത്തില്ലല്ലോ. ഐ ആം ഗോയിങ് ടു വിസിറ്റ് അല്ലേ? I will going to visit my uncle. കറക്റ്റ് ആണ്. പക്ഷേ ഐ വിൽ ഗോ എന്ന് പറഞ്ഞപ്പോ ING എവിടെയാ വന്നത്? Going. ഗോയിങ്. അപ്പൊ ബി എവിടെ? Hello? പറഞ്ഞോ. ബി ബി ഇ ബി B. Hello? പറഞ്ഞോ നിഷ കേൾക്കുന്നുണ്ട്. ബി ഇ നിഷ ഞങ്ങൾ പറയുന്നത് കേൾക്കാമോ? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നിഷ അറിയോ? ഓക്കെ. അപ്പൊ നിഷ റേഞ്ച് പോയിട്ടുണ്ടാവും അവിടെ. നമുക്ക് നിഷയോട് അത് കഴിഞ്ഞിട്ട് വരാം. അന്ന് രേഷ്മ പറഞ്ഞോളൂ. രേഷ്മ. Sir, we will be eating outside on Saturday. Yes, correct. When we'll be losing weight. Yes. I will be buying new iPhone. Yes. I will be talking with my best friend. Yes. I will be sleeping at that time. Yes. They will be singing songs. Yes. Okay, Nishma, very good. Yes. നിശ്ചയിലേക്ക് ഞാൻ വരാം. നേരത്തെ പറഞ്ഞ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കേട്ടോ നിസ ആയിരുന്നു. യെസ്. അപ്പോ ശബന, നിത്യ, ഹണി, സമീറ റെഡി ആയിക്കോളൂ. ഹൈമ പറയൂ. Okay, sir. I will be studying tomorrow. I will be studying tomorrow. He will be sleeping at 10 o'clock. Yes, correct. We will be waiting for you. Yes, we will be waiting for you. That's a sentence. Okay. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുകയായിരിക്കും. I shall be preparing for the exam. Yes, correct. I shall be speaking in English. Yes, I shall be speaking in English. Very good. I shall be practicing English. Yes, I shall be practicing English. Okay. I shall be attending the online class. Yes, I shall be attending online class. Correct. We shall be visiting our grandparents. Yes, okay. We shall be visiting our grandparents. Okay. My mother will be cleaning the house. Yes, very good. We will be traveling next week. Yes, we will be traveling
വരുന്ന സ്ഥലത്തിന്റെ പേര് പറയാം. ബൈ നെക്സ്റ്റ് വീക്ക്. The teacher will be teaching the class. യെസ്. ഓക്കെ 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 അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഹൈബ നല്ല ലൈവ് എക്സാമിനൊക്കെ ഉൾപ്പെടുത്തിയത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആതിരാനെ ശിവപ്രിയ ഞാൻ വരാട്ടോ. യെസ് യെസ്. സ്നേഹ, ആർ യു റെഡി? Ready, sir. പറഞ്ഞോളൂ സ്നേഹ. കേൾക്കാവോ sir? Headset വെച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. Okay, sir. We will going tomorrow eat alfam. യെസ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. Okay. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് വിട്ടുപോയി. ബി ചേർത്ത സ്നേഹ. We will ഞങ്ങള് പോയി. ഒന്നുകൂടി പറഞ്ഞേ. We will going tomorrow eating alfam. ബി വിട്ടുപോയി. We പറഞ്ഞായിരുന്നു. ബി അല്ല, ബി ബി ഇ ബി. ശരി. ബി പറഞ്ഞ സംബന്ധിച്ചു. ഓക്കെ ഓക്കെ. അതിന് ബിയും ബിയും തമ്മിൽ മാറിപ്പോയതാണ്. ഓക്കെ, കണ്ടിന്യൂ. I will show you. അതെല്ലാം പറയാം. I will be. Yes. Okay. പിന്നെ I will going tomorrow church. I will going tomorrow church. Yes, I will be going to church tomorrow. Will be എന്ന് ചേർക്കണം അല്ലേ? ഓക്കെ. ഈ will be എന്നുള്ളതിന്റെ അർത്ഥമാണ് ആയിരിക്കും. ഈസ് ആകുന്നു. വാസ് ആയിരുന്നു. വിൽ ബി ഷാൽ ബി ആയിരിക്കും. ഇനിയിവിടെ നമുക്ക് ing ഇല്ലാതെയും പറയാം. നാളെ നിങ്ങള് ഇവിടെ ആയിരിക്കില്ല, വേറെ സ്ഥലത്തായിരിക്കും എന്ന് ചോദിക്കും. നാളെ ഞാൻ തൃശ്ശൂരായിരിക്കും. ഐ വിൽ ബി ഇൻ തൃശ്ശൂർ. ഓക്കെ, പറഞ്ഞോളൂ സ്നേഹ, കണ്ടിന്യൂ. I am going tomorrow movie. Yes, I will be going. I will be going tomorrow movie. അവിടെ will be എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കില്ല, മറന്നുപോയി. യെസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ സാർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ബി ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടായിരുന്നു. അതെ. ഓക്കെ, ശരി. ഓക്കെ. യെസ്, നിത്യ പ്രസാദ് പറയൂ. നിത്യ. ഹലോ സാർ. പറഞ്ഞോ. സകല ഞാൻ വരുന്നുണ്ട്. It will be raining too tomorrow. It will be raining. മഴ പെയ്യുകയായിരിക്കും. കറക്റ്റ് ആണ്. They will be traveling next month. They will be traveling next month. She will be cooking dinner tonight. Okay, correct. My brother will be studying tonight. Yes, will be studying tonight. ഇന്ന് രാത്രി പഠിക്കുകയായിരിക്കും. Okay. They will be talking to the teacher. Yes, they will be talking to teacher. Yes. The students will be listening to the teacher. Yes, correct. അത്രയുള്ളൂ സാർ. Very good. Okay, Nitya, very good. Manu, Nikhil, Renu, get ready. Okay. പറഞ്ഞോളൂ ചിക്കു. I will be going to the church tomorrow morning. Yes, I will be going to church tomorrow morning. Very good. I will be attending the class this time tomorrow. Yes, I will be attending the online class by this time tomorrow. The birds will be chirping early in the morning. Yes, very good. Technology will be evolving even faster in the next 10 years. Oh, very good. സാങ്കേതിക വിദ്യയുടെ കൊണ്ടാണ് ചിക്കു പറയുന്നത്. വെരി ഗുഡ്. I will be watching the football final next Sunday. Okay. Yes. ആരായിരിക്കും വിജയിക്കുക? അതറിയില്ല. എന്തായാലും ഒരു ഗസ് വർക്ക് ചെയ്യും. I don't know. ഞാൻ ഫുട്ബോൾ കാണാറില്ല. Yes. അർജന്റീന ഫാനാണ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയട്ടെ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിനെ കുറിച്ച്, വിജയിക്കാൻ സാധ്യതയുള്ള ടീമിനെ കുറിച്ച് പറയട്ടെ. യെസ്, ആരും പറയുന്നില്ല. യെസ്, അർജന്റീന. അർജന്റീന. അർജന്റീനക്കാരെ ആരൊക്കെയുണ്ട്? നിഷയുണ്ട്, ഞാനുണ്ട്. ജിൻസി ഉണ്ട്, നിഷ, ജിൻസി. ഓക്കെ നിഷ, കുഴപ്പമില്ല. നിഖിലുണ്ട്, യെസ്, ആതിരയുണ്ട്, അനുമോളുണ്ട്, ഷഹാനുണ്ട്, വിമൽ ഡേവിസ് ഉണ്ട്, വിദ്യാപ്രസാദ് ഉണ്ട്, അനുശ്രീ ഉണ്ട്. ഉണ്ട്. പിന്നെ അർജന്റീന അല്ലാത്തൊരു ടീമിനെ പറയുന്ന ആരാണ്? അർജന്റീന എല്ലാ വേറെ ടീം. അപ്പൊ വിമൽ ഡേവിസ് ഫ്രാൻസിന്റെ ആളും കൂടിയാണ്. യെസ്, അപ്പൊ അജിത്ത്, അതിൻ്റെ അകത്ത് അജിത്ത് സോമശേഖരനുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞിട്ടില്ലേ, ഇനി നമുക്ക് കാത്തിരിക്കാം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത് ചിക്കു കണ്ടിന്യൂ ചെയ്തോ. അല്ല സാർ, ഏത് ടീമാ? സാർ ഏത് ടീമാണ്? ആരുടെ ഫാൻസ്? ഞാന് ഫുട്ബോളിന്റെ ആളില്ല. ഫുട്ബോള് എനിക്ക് അത്ര ഇഷ്ടക്കേറൊന്നുമല്ല, എന്നാലും ഫുട്ബോളൊക്കെ അങ്ങോട്ട് എന്താ പറയാ, കണ്ടിരിക്കും എന്നല്ലാതെ അങ്ങനെ ഒരു പട്ടം ചേർന്നിട്ടുള്ള സംഗതി ഫുട്ബോളിലൂടെ ഇല്ല. യെസ്, യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. പറഞ്ഞോളൂ ചിക്കു. It will be raining today evening. Yes, correct. Sir. Very good, very good, very good, Chiku. Very good. Shahana, for you. Sir, we will be celebrating my brother's birthday tomorrow. We will be celebrating the birthday of my daughter tomorrow. We will be celebrating my brother's birthday tomorrow. Yes, okay. Brothers, okay, okay, okay. They will be coming next month. Okay. I will be cooking biryani for my family. Yes. I will be going to my children's school for attending parents meeting tomorrow. Yes, listen. I will be going to my school for attending the children's parents meeting. Okay, correct. They will be attending a match next month. Okay. I will be going my home at Onam vacation. Yes. They will be cooking food at this time. Okay. They will be studying hard during the exam. Yes, we will be studying hard. Okay. Yes, okay, okay. Hani Saji. Yes, Hani വരുമെന്ന് നമുക്ക് വിചാരിക്കാം. Yes, Samira. Sir. Yes, പറഞ്ഞോളൂ Samira. I shall be going to my home. I shall be going to my home. Yes. They will be arriving next day. Yes, okay. We will be going to hostel. We will be going to hospital. Okay. They will be traveling Bangalore next day. Yes, they will be traveling to Bangalore next day. My husband will be going to Saudi next month, Saudi Arabia next month. Okay, correct. Finished. Okay, Samira, very good. Tomorrow I will be sleeping at 11 p.m. Yes, അപ്പൊ അതിന്റെ നമുക്ക് ഒരു ടിൽ എന്ന് കൂടി ചേർത്താൽ കറക്റ്റ് ആണ്. കാരണം ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ എന്നർത്ഥം വരും. അപ്പൊ ഐ വിൽ ബി സ്ലീപ്പിംഗ് ടിൽ 11 S. Okay. Tomorrow I will be going Malappuram to buy a second-hand car. Oh, very good. അപ്പൊ നാളെ മുതൽ കാറിന്റെ ഓർഡർ അറിയണം അല്ലേ? Okay. അപ്പൊ അതിന്റെ ചെലവ് ഗ്രൂപ്പിൽ അതിന്റെ ചെലവൊക്കെ വാങ്ങിച്ചോളൂ. Yes, okay. My sons
drawing exhibition will be starting Sunday at 10 a.m. യെസ്. എത്രാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്? 6ലാണ്. 6ലാണ്. ഇപ്പൊ എത്ര ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ഇതിന് എക്സിബിഷന് വേണ്ടി ഒരു 10 ചിത്രത്തോളം വരച്ചു. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോ ഞങ്ങളുടെ HA26ന്റെ ജോബ് സാറിന്റെയും ഇത്രയും കുട്ടികളുടെയും ആശംസകൾ അറിയിച്ചോടും കേട്ടാ. ഓക്കെ. ഒരു ക്ലിന്റ് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ക്ലിന്റ്. യെസ്, വിമൽ ഡേവിസ്. നമ്മുടെ ഇവിടെ അടുത്ത് എറണാകുളം ജില്ലയില് മഞ്ഞുമ്മൽ അടുത്താണ് പുള്ളി ജീവിച്ചിരുന്നത്. എന്നിട്ട് വളരെ നിസ്സാരം പ്രായം ജീവിച്ചിട്ടുള്ളൂ. ഒരു എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു വിമലെ? ഒരു അറിയാമോ? 5-6 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത്രയും സമയത്തിന്റെ ഉള്ളില് 5000-ഓളം ചിത്രങ്ങൾ വരച്ച ഒരു പയ്യനുണ്ടായിരുന്നു, ക്ലിന്റ് പേര്. അപ്പോ പുള്ളി ഗണപതിയെ വരക്കുമ്പോ ഗണപതിനേക്കാളും വലുതായിട്ടാണ് എലിയെ വരക്കുന്നത്. അപ്പോ അതിന് ആ കൊച്ചു പറഞ്ഞത് ഗണപതിയുടെ വാഹനമാണല്ലോ എലി. അപ്പൊ ഇത്രയും വലിയ ഗണപതിയെ കൊണ്ടുപോകണമെങ്കിൽ അതിലും വലുതായിരിക്കേണ്ട എലി. നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് 6-7 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ പറയുന്നത്. യെസ്, അല്ലെങ്കിൽ വലിയൊരാളല്ല. നമുക്ക് അത് കുട്ടി പറയുമ്പോൾ നമുക്ക് ചിന്തിക്കണം അങ്ങനെയൊക്കെ വരാനല്ലോ എന്ന്. പക്ഷെ അത് ചെറിയ കുട്ടി, അത് പറഞ്ഞതാണ്. ഓക്കെ. വിമൽ ഡേവിസ് 7ാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത്. 7 വയസ്സുകൊണ്ട് 5000-ഓളം ചിത്രങ്ങൾ വരച്ച കുട്ടിയാണ് ക്ലിന്റ്. യൂട്യൂബിലൊക്കെ ചെയ്തിട്ടെന്ന് തോന്നുന്നു. യെസ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ അഭിലാഷിയുടെ പുത്രനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫിലിം ഈസ് അവൈലബിൾ. ഓക്കെ ഓക്കെ വിമൽ ഡേവിസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. പറഞ്ഞോളാം അഭിലാഷ, കണ്ടിന്യൂ. My brother will be coming on a vacation from Dubai on next month. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം സന്തോഷത്തിന്റെ ദിനങ്ങളാവട്ടെ. ഓക്കെ. We will be conducting a tour program on next week. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. സമീറ പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. അനുമോൾ ഹലോ സർ. പറഞ്ഞല്ലേ? അനുമോൾ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. പറഞ്ഞോളൂ അനുമോളെ. I will be going to my home in next week. Okay, I will be going to my home next week. Okay. One day I will be going to my husband. Yes. Okay. I will be studying my portions. Yes. Correct. I will be going to church next Sunday. Okay. We will be celebrating my daughter's birthday next month. Okay. Finish, sir. Okay. ബർത്ത്ഡേ വിഷസ് അഡ്വാൻസ് ആയിട്ട് നേർന്നു കൊള്ളുന്നു. ഓക്കെ. Thank you, sir. ഓക്കെ. ആതിര പറയൂ. The sun will be shining tomorrow. Yes, the sun will be shining. Correct. He will be traveling with me next month. Okay, will be traveling. I will be waiting for your call. Yes, I will be waiting for your call. Another രസമുണ്ട്. ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. Yes. Okay. My husband will be working in his office tomorrow. Yes, correct. She will be studying for her exams tomorrow. Yes, okay. They will be watching a movie at the theater. Yes, correct. I will be waiting for my husband in metro station tomorrow. Yes, okay, correct. That's all, sir. Oh, very good, very good, very good, Adriane. Very good, very good, very good. And Nikhil Raj.
Sir, എന്നെയാണോ വിളിച്ചത്? Good morning. എല്ലാവർക്കും good morning. Okay. Sir, I shall be attending the meeting tomorrow. Yes. She will be studying for her exams this evening. Yes. They will be traveling to Delhi next week. We shall be waiting for your reply. Yes, we shall He will be working from. Yeah, he will be working from home on Friday. Yes, correct. You will be learning new skills during the course. Yes, okay. The children will be playing in the park after school. Yes, okay. Very good, very good, very good, very good. I shall be writing my report tonight. Yes, okay. And that will be waiting for the exam. That's okay. Very good. Thank you. Yes. Then, Renu Jacob. Yes, sir. What do you Renu? I will be working tomorrow. I will be working tomorrow. Correct. She will be sleeping at that time. Correct. They will be traveling to America next week. Yes. Okay, correct. I will be cooking dinner tonight. Correct. We will be taking selfies at the party. Yes, we will be taking the selfie. Very good. I shall be missing my daughters during the school time. Yes. Oh, okay. I shall be missing my daughter. Okay. We shall be fighting for the TV remote tonight. Yes, okay. I shall be dreaming about becoming a millionaire. Yes, I shall. Don't worry. Yes, okay. Yes. If you don't mind, I will be waiting there. Yes, okay. Then. That's all, sir. Okay, very good. ആഗ്രഹങ്ങളും മോഹങ്ങളെല്ലാം നടക്കും. Don't worry. Yes. നമ്മൾ നമ്മുടെ പാഷന്റെ പുറകെ പോവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വന്ന് സംഭവിച്ചിരിക്കും. റീജ, സോണിയ, ജിൻസി, ഭീഷ്മ, ഗെറ്റ് റെഡി. Okay. ശിവപ്രിയ പറയൂ. Sir. പറഞ്ഞു. He will be delivering it next Saturday. Yes, okay. She will be calling me tomorrow night. Okay. I will be studying next week. Yes, okay. I will be fasting tomorrow. Yes. My sister will be coming tomorrow. Yes. My mom will be going to the bank tomorrow. Yes. My dad will be going abroad next month. Okay. That's it, sir. Okay. He will be delivering it next Saturday. Yes. Okay. Very good. Okay. Okay, Shivpriya. Very good. Rija, what are you? Sir. We will be having lunch at 1 o'clock. Yes, we will be having lunch at 1 o'clock. And that's very good. Yes. Okay. I will be ironing the clothes. Yes, I will be ironing the clothes. My brother will be exercising in the morning. My brother will be exercising in the morning. Yes. Morning. Yes. Okay. Correct. We will be having a cup of coffee together. Yes. We will be having a cup of coffee together. Yes, very good. We shall be watching TV after dinner. Yes. Okay, Rija. Very good. We shall be walking in the park tomorrow. Yes. Okay. Okay. Rija, very good. Sorry, Jody.
Yes, sir. Good Yes, morning. I will be helping my mother tonight. I will be. Helping my mother tonight. Yes, okay, very good. I will be attending a party tonight. Yes, okay. We will be in college next month. Yes, She will be a doctor after the internship. yes, very good. I shall be waiting you at airport. Yes, It will be raining heavily by the time we reach at home. yes, very good. He will be working on his new project. Yes, We shall be leaving the office about an hour. yes, They will be playing football at 5 p.m. yes, She will be traveling to London for next week. yes. I will be attending a party tonight. Yes. That's all, sir. Very good, very good, very good. Yes, നല്ല രസകരമായിട്ട് പറഞ്ഞു. എങ്ങും തൊടാതെ എങ്ങും തട്ടാതെ ഇങ്ങോട്ട് വന്നു. Okay, very good. Then Sudhi, Dian, Tonia Kitchen, get ready. Yes, okay. Jinsi for you. Sir, I will be studying for exam tomorrow. We will be studying for exam tomorrow. Yes. They will be traveling to Paris next year. Yes, correct. We will be having dinner at 7 p.m. tonight. Yes, okay. I will be attending a meeting next month. Okay, correct. I will be attending a meeting. Correct. I will be reading a new book tomorrow. Yes, correct. I will be watering a plants tomorrow. Yes. A plants എന്ന് പറയണ്ട. A ഉണ്ടെങ്കിൽ പ്ലാന്റ് മതി. അല്ലെങ്കിൽ A കളഞ്ഞിട്ട് plants എന്ന് പറഞ്ഞാൽ മതി. Okay. Okay, sir. I will be going to my parents next week. Yes, I will be going to visit my parents next week. ഒരു visit കൂടി ചേർക്കും. Yes. Okay. She will be painting the house next week. Correct. She will be cooking dinner at night. Yes, correct. They will be visiting their relatives next week. Okay, correct. That's all, sir. Oh, very good, Jinsi. Very good. Thank you, sir. Okay. Sudhi Vijay, are you okay? Sir, ഞാൻ പറയട്ടെ. Okay. Grishma പറഞ്ഞോളൂ. I will be studying tomorrow morning. Yes, correct. She will be cooking dinner at 7 p.m. Yes, correct. He will be playing football this evening. Correct. They will be watching a movie tonight. Yes, correct. We will be traveling to Kochi next week. Correct. I will be cleaning the house tomorrow. Yes, correct. My husband will be working in the office at 10 a.m. Yes. The children will be sleeping at midnight. Yes, correct. I will be watching for you at the bus stop. Yes, I will be waiting for you. Correct. You will be learning English tomorrow afternoon. Yes, okay. I shall be waiting for you. Yes, correct. My children shall be playing cricket this evening. Yes, okay. I will be visiting my grandmother on Sunday. Yes. Very good. Inenda, Grishma? ഇല്ല മതിയോ സർ? Okay. I will be with grandmother. Okay. Vimal? Yes, sir. പറഞ്ഞോളൂ Vimal. Okay, sir. Okay. We will be working together on the new project. Yes, we will be working together. Okay. I will be training the new interns tomorrow. Yes, correct. The system admin will be fixing the network connection issues. Yes, okay.
This time next week, we will be moving into the new office building. Yes, correct. He will be leading the department overview session by 3 p.m. Yes. Okay. We will be finalizing the annual schedule over the next couple of days. Yes. Very good. Couple of days. Very good. Tonight, the France football team will be playing an important match. Yes. Yes. A crucial match. Okay. Okay. The players will be wearing their classic blue jersey on the pitch. Yes. Okay. Madhile, sir. Okay. Very good. Very good. Very good. പോകാടിക്കാൻ പോയിക്കോട്ടെന്ന് ചോദിച്ച് പറഞ്ഞിരുന്നതല്ലേ? കുഴപ്പമില്ല. വിമൽ പറയുമ്പോൾ എന്താ പറയാ, സെന്റൻസുകൾ ഒരു വിഭിന്നമാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. എന്താ പറയാ, നമ്മുടെ സാധാരണ ആളുകൾ പോകുന്ന പഴയ വഴിയിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നുണ്ട്. വെരി ഗുഡ്. എപ്പോഴും അത് അങ്ങനെയായിരിക്കും. ഓക്കെ. ടോണിയ പറയൂ. Good morning, sir. Yes, good morning. പറഞ്ഞോളൂ. I will be planning to construct a new house next month onwards. Oh, very good. സത്യമായിട്ട് പറഞ്ഞാലോ വെറുതെ പറഞ്ഞല്ലോ സെന്റൻസ്? ചുമ്മാ പറഞ്ഞ സെന്റൻസിന് വേണ്ടി പറഞ്ഞു. സെന്റൻസ് പറഞ്ഞാണ്. ഞങ്ങള് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് ആശംസ പറയാൻ വേണ്ടി പോയതാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. I will be reading at night the book എത്രയും പ്രിയപ്പെട്ട നിന്നോട് by the author Nimna Vijay. Oh, very good. Very good. Very good. I will be waiting to get a new job in my life at any time. Yes. Okay. He shall be waiting at bus stop for me. Yes. Okay. The weather shall be changing at any time. Yes. The weather shall be changing. Okay. I will be trying for my best to attain my dreams. Yes. Very good. Okay. All the best. Continue. I will be eagerly waiting for Jobsa class tomorrow. Yes. Okay. Thank you. Then I will be preparing my daughter for next week exam. yes. About apostrophes. My daughter's examination next week. Okay. Of daughter no but of this. I will be trying for my best to attain my dreams. Yes. Very good. She shall be waiting for my message. Yes. I will be praying to God to connect always with him. Yes, to connect with him. Adamna, who is my best friend in particular മനസ്സിലായി. Okay. Sorry, തീർന്നു. Okay. Very good. Very good. Very good. Okay. Very good. Very good. ഇനി ആരാണ്? നമ്മുടെ സമയം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാനിപ്പോ കണ്ട എല്ലാവരോടും പറഞ്ഞു. ഇനി പറയണമെന്ന് ആഗ്രഹമുള്ളവർ ആരാള്? യെസ്, ഞാൻ പേര് വിളിച്ചില്ലെങ്കിലും പറയാൻ താല്പര്യമുള്ളവര്, വിൽബി വെച്ച് പറയാൻ താല്പര്യമുള്ളവര്. ഞാൻ പറയട്ടെ? ഓക്കെ. ധ്യാൻ പറഞ്ഞാൽ ധ്യാനം വിളിച്ചിരുന്നു. ധ്യാന പറഞ്ഞോളൂ. കേട്ടില്ലേ സർ? നോ പ്രോബ്ലം. She will be singing at birthday party tomorrow. Yes. Okay. I will be traveling by house next month. Okay. I will be buying a new phone next month. Okay. I will be attending my online class tomorrow. Okay. My husband will be coming next month. Yes. Okay. We will be celebrate my son's birthday next month. Okay. We will be meeting my grandmother tomorrow. Yes. Okay. Sir, കഴിഞ്ഞു. ഓ വെരി ഗുഡ്. ഞാനേ പരിപാടിയുടെ ഇടക്ക് ഒരു കാര്യം പറയുന്നു. ഇന്നലെ നമ്മുടെ H23 കോൺവെക്കേഷൻ സെറമണി ആയിരുന്നു. ഇന്നലെ അല്ല, മിനിയാന്നാണ്, ശനിയാഴ്ച. യെസ്. അപ്പൊ HA ഉണ്ടായിരുന്നു, HRM ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ HA23 അവര് തകർത്ത്. അവര് ഇന്നലെ അവിടെ ഏതാണ്ട് ഒരു 18 പരിപാടിയോളം അവതരിപ്പിച്ചു. ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് 18 പരിപാടിയോളം അവതരിപ്പിച്ചു. പരിപാടി തുടങ്ങുന്നേക്കാൾ മുമ്പ് 10 മണി മുതൽ 10:30 വരെ അവരുടെ പരിപാടിയായിരുന്നു. അപ്പൊ 10:30 സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോൺവെക്കേഷൻ സെറമണി കഴിഞ്ഞിട്ട് അവരുടെ പരിപാടികൾ തുടർന്നുകൊണ്ടിരുന്നു. യെസ്.
അപ്പോ നമുക്കും തകർക്കണം. 26. ഓക്കെ ആതിര, മുഹസീന, യെസ് ഓക്കെ. അവർ 1-2 പേരെ അമ്മയും മോളും ഡാൻസ് കളിച്ചു. അപ്പൊ വലിയ കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് പ്രാക്ടീസ് കൊണ്ട് വരാം. യെസ്, അമ്മയും മോളും അത് രസകരമായിരുന്നു. പിന്നെ ഒരു പരിപാടിയുടെ ഇടയ്ക്ക് അവർ ഒരു കുട്ടിയെ, അവരുടെ കുട്ടിയെ നിർത്തിയിട്ട് നിർത്തിയിട്ട് ഒരു 4 പേര് കൂടെ നിന്നിട്ട് ഡാൻസ് കളിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് അവർ നല്ല ബുദ്ധിപൂർവമായൊരു ഡാൻസ് പരിപാടിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അടുത്ത് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് റിങ്ങോട് സീലോട്ട് കയറുന്നത്. റിങ് ഒരു 4 പാട്ടിന്റെ 4 വരി വെച്ചുള്ള ഡാൻസ് കളിച്ചിട്ട് ആ മ്യൂസിക്കിൽ ഇറങ്ങി പോകുമ്പോൾ അടുത്ത ആള് റീച്ച് കയറുന്നു. യെസ്, അതൊരു 2-3 പാട്ടിന്റെ വരി വെച്ച് കളിച്ചിട്ട് അടുത്തത് സോണിയെ കയറുന്നു. ഇങ്ങനെ അവര് 4-5 പേര് ആ മ്യൂസിക് നിൽക്കുന്നില്ല, ആ മ്യൂസിക്കിൽ ഇടയ്ക്ക് അടുത്ത ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോ അതിന്റെ ഒരു ഗുണം പറ്റിയത് ഓരോരുത്തർക്ക് അവരവരുടെ ഭാഗം വീട്ടിൽ പഠിച്ചാൽ മതി, ഗ്രൂപ്പില് വേണ്ടല്ലോ. എന്നിട്ട് ആ ഓഡിയോ എടുക്കുമ്പോൾ മാത്രം കറക്റ്റായിട്ട് എടുത്ത് വെച്ചാൽ മതി, കറക്റ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി. അത് അവരൊരു ബുദ്ധിപൂർവമായ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. ഇവിടെ എനിക്ക് അത് ആ ബുദ്ധി ആരുടെ തൽക്കാലം വന്നതാണെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ നിങ്ങളുടെ നേതാവിനോട് പറയുന്നു കേട്ടോ, ആരാണ് നിങ്ങളുടെ നേതാവ് എന്ന് അറിയാലോ. നിങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിനോട് പറയുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ, ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്ത് വെച്ചോ, എന്തൊക്കെ എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട്. യെസ്, 23 വേറെ അങ്ങനെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഈ 18 ബാച്ച് അവര് നന്നായിട്ട് ഒരവസരം കിട്ടിയല്ലേ. 1-2 കുട്ടികളുടെ മാതാപിതാക്കന്മാര് വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് അല്ല അവര് വരുന്നത്. യെസ്, വന്നില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായി പോയി ജീവിതത്തില്. പിന്നെ അവര് വൈകുന്നേരം രാത്രി 12 മണിയുടെ ട്രെയിൻ തിരിച്ചു പോവുകയും ചെയ്തു. യെസ്, അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഒന്ന് പ്ലാൻ ചെയ്തോ കേട്ടോ. യെസ്, അപ്പൊ ഈ പരിപാടിക്ക് ഇടയ്ക്ക് ഞാനത് പറഞ്ഞത് മാത്രം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആരാണ് വിൽബി പറയാനുള്ളത്? Sir, പറഞ്ഞോളൂ സുഷ, പറഞ്ഞോളൂ. I will be teaching my doctor. Study well for tomorrow class test. Yes, okay, correct. My husband will be going to abroad next month. Okay. The product I ordered will be coming tomorrow. That's nallൊരു സെന്റൻസ് ആണ്. The product, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ദാറ്റ് കൂടി ചേർത്ത് കറക്റ്റ് ആണ്. That I ordered. Okay, അത് which I product. We will be going on a trip during the Onam vacation. Okay. I shall be attending the online class. Yes, correct. I will be going to the home. Yes, I will be going to home. Yes. Finish, sir. Okay, very good, very good, very good, very good, very good. Okay. Yes. Okay. ഇനി ആർക്കെങ്കിലും? യെസ്, അപ്പൊ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ നെഗറ്റീവ്, പിന്നെ അതിനോടൊപ്പം തന്നെ അടുത്ത ടെൻസ് എല്ലാം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ, സീ. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay, Amira, bye. Thank you, sir. Okay.